നാം എപ്പോഴും കരുതിയിരുന്നത് ഭൂഗർഭത്തിലൊരു പ്രകൃതിവാതക പൈപ്പ് സ്ഥാപിച്ചാൽ ഗ്യാസ് എളുപ്പത്തിൽ പമ്പ് ചെയ്യാമെന്നായിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ എങ്ങനെ ഇത് പുറത്തെടുക്കുന്നുവെന്ന് കണ്ടപ്പോൾ അതിന് പിന്നിൽ അനവധി സാങ്കേതിക വിദ്യകളും രഹസ്യങ്ങളും ഉണ്ടെന്ന് മനസ്സിലായി. പ്രകൃതിവാതകം ലഭിക്കാൻ ആദ്യം അത് എവിടെയാണ് മറഞ്ഞിരിക്കുന്നതെന്ന് കണ്ടെത്തണം. അതിനായി സീസ്മിക് സർവേ ട്രക്ക് അയക്കുന്നു. അത് സ്ഥലത്തെത്തുമ്പോൾ ഭൂമിയോട് ചേർത്ത് സീസ്മിക് തരംഗങ്ങൾ വിടുന്നു, ഭൂമിക്ക് ഒരു അൾട്രാസൗണ്ട് ചെയ്യുന്ന പോലെ. വിവിധ പാറകളിൽ നിന്ന് തിരിച്ചുവരുന്ന സിഗ്നലുകൾ അടിസ്ഥാനമാക്കി ഗ്യാസ് സംഭരണി എവിടെയാണെന്ന് ഏകദേശം കണ്ടെത്താം. തുടർന്ന് എഞ്ചിനീയർമാർ ചില പരീക്ഷണ കിണറുകൾ തുരന്ന് പ്രദേശം മാപ്പ് ചെയ്ത് സംഭരണത്തിന്റെ അളവ് കണക്കാക്കുകയും സാമ്പത്തിക സാധ്യതകൾ വിലയിരുത്തുകയും ചെയ്യുന്നു. തുടർന്ന് വികസന പദ്ധതി നിശ്ചയിച്ച് ഡ്രില്ലിംഗ് ആരംഭിക്കുന്നു. ഡ്രിൽ ബിറ്റിന്റെ മുൻഭാഗത്ത് 3 ശക്തമായ കോൺ ആകൃതിയിലുള്ള റോളറുകളുണ്ട്. അവയുടെ പല്ലുകൾ പാറകളെ തകർത്തും ചുരണ്ടിയും മുന്നോട്ട് പോകുന്നു. ഡ്രിൽ പൈപ്പ് ഉള്ളിലൂടെ ശൂന്യമാണെന്നതിനാൽ തുരക്കുന്ന സമയത്ത് പ്രത്യേക ദ്രാവകം പമ്പ് ചെയ്യുകയും ചെയ്യുന്നു. ഈ ഡ്രില്ലിംഗ് മഡ് ബിറ്റിനെ തണുപ്പിക്കുകയും ലൂബ്രിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നതോടൊപ്പം പാറയുടെ അവശിഷ്ടങ്ങൾ മുകളിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. പ്രധാനമായി മഡിന്റെ സമ്മർദ്ദവും സാന്ദ്രതയും കൃത്യമായി ക്രമീകരിക്കണം. കിണറിലെ സമ്മർദ്ദം പാറയുടെ സമ്മർദ്ദത്തെക്കാൾ അല്പം കൂടുതലായി. ഓരോ ഭാഗവും തുരന്നതിന് ശേഷം സ്റ്റീൽ കേസിംഗും സിമന്റും ഉപയോഗിച്ച് കിണറിനെ ഉറപ്പിക്കുന്നു. കേസിംഗ് കാരണം കുഴി ചുരുങ്ങുന്നതിനാൽ കൂടുതൽ ആഴത്തിൽ പോകുമ്പോൾ ചെറിയ ഡ്രിൽ ബിറ്റുകൾ ഉപയോഗിക്കേണ്ടി വരും. നേരെ താഴേക്ക് മാത്രം തുരന്നാൽ സംഭരണിയുടെ ഒരു ഭാഗം മാത്രമേ സ്പർശിക്കൂ. അതിനാൽ കൂടുതൽ പ്രദേശം സ്പർശിക്കാൻ ഡയറക്ഷണൽ ഡ്രില്ലിംഗ് ഉപയോഗിക്കുന്നു. കിണറിനെ ഏതാണ്ട് ക്രമേണ ലംബത്തിൽ നിന്ന് ഹൊറിസോണ്ടൽ ദിശയിലേക്ക് മാറ്റുന്നു. ഈ വിലപ്പെട്ട വിഭവങ്ങൾ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള സമുദ്രജീവികളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് രൂപപ്പെട്ടത്. അവ ആഴത്തിൽ അടിഞ്ഞുകൂടി ചൂടും സമ്മർദ്ദവും കൊണ്ട് കെറോജനായി മാറി. പിന്നീട് എണ്ണയിലേക്കോ പ്രകൃതി വാതകത്തിലേക്കോ പരിവർത്തനം ചെയ്തു. ഈ വാതകം വലിയ ഗുഹകളിലല്ല, പാറയിലെ ചെറുതായുള്ള രന്ധ്രങ്ങളിൽ കുടുങ്ങിയതാണ്. അതിനാൽ എഞ്ചിനീയർമാർ പെർഫറേറ്റിംഗ് ഗൺ ഉപയോഗിച്ച് ചെറിയ തുളകൾ ഉണ്ടാക്കി ഉയർന്ന സമ്മർദ്ദമുള്ള ദ്രാവകം പമ്പ് ചെയ്ത് പാറയിൽ പിളർപ്പുകൾ സൃഷ്ടിക്കുന്നു. സെറാമിക് കണങ്ങൾ ഈ പിളർപ്പുകൾ തുറന്ന നിലയിൽ നിലനിർത്തുന്നു. തുടർന്ന് ഗ്യാസ് കിണറിലേക്ക് ഒഴുകുന്നു. അത് സെപ്പറേറ്ററിലേക്ക് പോവുകയും വെള്ളം വീണ്ടും ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഗ്യാസ് ശുദ്ധീകരിച്ച് ഒടുവിൽ നിങ്ങളുടെ അടുപ്പിലെ നീല ജ്വാലയായി മാറുന്നു.